ഹായ് ഫ്രണ്ട്സ്, അഹമ്മദ് ഹിയർ. ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളൊരു ഹ്യൂമാനിറ്റി സ്റ്റുഡൻ്റ് ആണെങ്കിൽ അതല്ലെങ്കിൽ ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന എല്ലാ കോളേജുകളും പരമാവധി നിങ്ങളുടെ പ്രിഫറൻസ് ലിസ്റ്റ് ഉൾപ്പെടുത്താൻ നിങ്ങൾ പരമാവധി ശ്രമിക്കണം. ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഓഫർ ചെയ്യുന്നത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നതാണ്. അപ്പോൾ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഹിന്ദു കോളേജ് ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ് ഉണ്ട്, എക്കണോമിക്സ് ഓണേഴ്സ് ഉണ്ട്, ഹിസ്റ്ററി ഓണേഴ്സ് ഉണ്ട്, പിന്നെ ഫിലോസഫി ഓണേഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന കോഴ്സുകളാണ് ഹിന്ദു കോളേജിൽ ഓഫർ ചെയ്യുന്നത്. ഫേമസ് അലൂമിനി ആരെ നോക്കിക്കഴിഞ്ഞാൽ ഗൗതം ഗംഭീർ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്ററാണ്. അടുത്തായിട്ട് വരുന്നത് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജാണ്. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ പോൾ സയൻസ് ഓണേഴ്സ് ഉണ്ട്, ഹിസ്റ്ററി ഓണേഴ്സ് ഉണ്ട്, എക്കണോമിക്സ് ഓണേഴ്സ് ഉണ്ട്, ഫിലോസഫി ഓണേഴ്സ് എന്നിങ്ങനെയുള്ള കോഴ്സുകളാണ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഓഫർ ചെയ്യുന്നത്. ഫേമസ് അലൂമിനിയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സച്ചിൻ പൈലറ്റ് എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് അലൂമിനായിട്ട് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് ഹൻസ്രാജ് കോളേജാണ്. ഹൻസ്രാജ് കോളേജ് ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ പോൾ സയൻസ് ഓണേഴ്സ് ഉണ്ട്, ഫിലോസഫി ഓണേഴ്സ് ഉണ്ട്, എക്കണോമിക്സ് ഓണേഴ്സ് ഉണ്ട്, ഹിസ്റ്ററി ഓണേഴ്സ് ഉണ്ട് എന്നിങ്ങനെയുള്ള കോഴ്സുകളാണ് ഹൻസ്രാജ് കോളേജ് ഓഫർ ചെയ്യുന്നത്. പിന്നെ അലൂമിനൈൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇയാളെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഷാറൂഖ് ഖാൻ, ബോളിവുഡിൻ്റെ ബാദ്ഷാ എന്ന് പറയുന്നപ്പെടുന്ന ഷാറൂഖ് ഖാനാണ് ഹൻസ്രാജ് കോളേജിന് അലുമിനായിട്ട് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് മിറണ്ട ഹൗസ് ആണ്. മിറണ്ട ഹൗസിൽ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ് ഉണ്ട്, എക്കണോമിക്സ് ഓണേഴ്സ് ഉണ്ട്, ഹിസ്റ്ററി ഓണേഴ്സ് ഉണ്ട്, ജിയോഗ്രഫി ഓണേഴ്സ് ഉണ്ട്, സോഷ്യോളജി ഓണേഴ്സ് ഉണ്ട് എന്നിങ്ങനെയുള്ള കോഴ്സുകളാണ് മിറണ്ട ഹൗസിൽ ഓഫർ ചെയ്യുന്നത്. 2014 പത്മഭൂഷൺ അവാർഡ് കിട്ടിയ അനിത ദേശായിയാണ് അലുമിനായിട്ട് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് ലേഡി ശ്രീറാം കോളേജാണ്. ലേഡി ശ്രീറാം കോളേജിൽ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ് ഉണ്ട്, ഹിസ്റ്ററി ഓണേഴ്സ് ഉണ്ട്, എക്കണോമിക്സ് ഓണേഴ്സ് ഉണ്ട്, ഫിലോസഫി ഓണേഴ്സ് ഉണ്ട് എന്നിങ്ങനെയുള്ള കോഴ്സുകളാണ് ലേഡി ശ്രീറാം കോളേജിൽ ഓഫർ ചെയ്യുന്നത്. അർച്ചന പുരൺ സിംഗ് ആണ് അലുമിനായിട്ട് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് കിരോർമൽ കോളേജാണ്. ഫിലോസഫി ഓണേഴ്സ്, പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ്, ഹിസ്റ്ററി ഓണേഴ്സ് എന്നിങ്ങനെയുള്ള കോഴ്സുകളാണ് കിരോർമൽ കോളേജിൽ ഓഫർ ചെയ്യുന്നത്. അലുമിനൈൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വലിയൊരു മനുഷ്യനാണ് അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചനാണ് ഇവിടുത്തെ അലുമിനായിട്ട് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് രാംജാസ് കോളേജാണ്. രാംജാസ് കോളേജിൽ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ് ഉണ്ട്, ഫിലോസഫി ഓണേഴ്സ് ഉണ്ട്, ഹിസ്റ്ററി ഓണേഴ്സ് ഉണ്ട് എന്നിങ്ങനെയുള്ള കോഴ്സുകളാണ് രാംജാസ് കോളേജിൽ ഓഫർ ചെയ്യുന്നത്. ഇന്ത്യൻ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയ യോഗേഷ് കുമാർ സബർവാളാണ് അലുമിനായിട്ട് വരുന്നത്. ഇന്ദ്രപ്രസ്ഥ കോളേജാണ് അടുത്തായിട്ട് വരുന്നത്. ഇതൊരു ഓൺലി വുമൻസ് കോളേജാണ്. ഹിസ്റ്ററി ഓണേഴ്സ്, പോൾ സയൻസ് ഓണേഴ്സ്, എക്കണോമിക്സ് ഓണേഴ്സ്, ജിയോഗ്രഫി ഓണേഴ്സ്, സോഷ്യോളജി ഓണേഴ്സ് എന്നുള്ള കോഴ്സുകളാണ് ഇവിടെ ഓഫർ ചെയ്യുന്നത്. സുചേത കൃപ്ലാണി വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ അലുമിനായിട്ട് വരുന്നുണ്ട്. അരുണ റോയ് എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ഇവിടെ പഠിച്ചിറങ്ങിയതാണ്. അടുത്തായിട്ട് വരുന്നത് ദൗലത് റാം കോളേജാണ്. ഹിസ്റ്ററി ഓണേഴ്സ്, ഫിലോസഫി ഓണേഴ്സ്, പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ് എന്നുള്ള കോഴ്സുകളാണ് ഇവിടെ ഓഫർ ചെയ്യുന്നത്. ഫേമസ് ആയിട്ടുള്ള അലുമിനിയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അഞ്ജന ഓം കാശ്യപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അലുമിനായിട്ട് വരുന്നത്. അവസാനമായിട്ട് വരുന്നത് ഗാർഗി കോളേജാണ്. ഇവിടുത്തെ കോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ് ഉണ്ട്, ഫിലോസഫി ഓണേഴ്സ് ഉണ്ട്, ഹിസ്റ്ററി ഓണേഴ്സ് ഉണ്ട്, എക്കണോമിക്സ് ഓണേഴ്സ് ഉണ്ട് എന്നിങ്ങനെയുള്ള കോഴ്സുകളാണ് ഗാർഗി കോളേജ് ഓഫർ ചെയ്യുന്നത്. അലുമിനൈൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ഊർവശി റൊട്ടേല ഇന്ത്യൻ ആക്ട്രസ് വരുന്നുണ്ട്. പിന്നെ ദംഗൽ സിനിമയിൽ അഭിനയിച്ച സാനിയ മൽഹോത്ര ഇവിടെ പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നതായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ബാക്കിയുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ